നമസ്കാരം, ക്ലാസ്മേറ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അവർ എർത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ. നോക്കിക്കോളൂ. വെൻ കോൾ, പെട്രോളിയം ഫ്യൂവൽസ്, ഡീസൽ എക്സെട്ര ആർ ബേൺഡ്, മെനി ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് കോൾ, പെട്രോളിയം ഫ്യൂവൽസ്, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ എന്നിവയൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ, ബേൺ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. ഏതൊക്കെയാണ് ആ ഗ്യാസസ്? ഇത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നു. ഇൻ ദ അറ്റ്മോസ്ഫിയർ ദീസ് ഗ്യാസസ് മിക്സ് വിത്ത് റെയിൻ വാട്ടർ മേക്കിംഗ് ഇറ്റ് ആസിഡിക് ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ. ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്യാസ് എത്തിച്ചേരുമ്പോൾ ഇത് റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. റെയിൻ വാട്ടർ ഉണ്ടല്ലോ, മഴവെള്ളമായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇത് മഴവെള്ളത്തിനെ എന്താക്കി മാറ്റും? ആസിഡിക് ആക്കി മാറ്റുന്നു. മേക്കിംഗ് ഇറ്റ് ആസിഡിക്. റെയിൻ വാട്ടറിനെ ഇതെന്താക്കി മാറ്റുന്നു? ആസിഡിക് ആക്കി മാറ്റുന്നു. ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ. എന്നിട്ട് അത് എർത്തിൽ എന്തായിട്ട് വന്ന് പതിക്കും? ആസിഡ് റെയിൻ ആയിട്ട് വന്ന് പതിക്കുന്നു. ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5, ഈ റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ 5നെക്കാട്ടിലും കുറവാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആസിഡ് റെയിൻ. ഇതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ് 7. നമ്മുടെ വാട്ടറിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് വാട്ടറിൻ്റെ pH വാല്യൂ എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 7നെക്കാട്ടിലും കുറവ് pH വാല്യൂ ഉള്ളതിനെ നമ്മൾ ആസിഡിക് എന്നും, പിന്നെ 7നെക്കാട്ടിയും കൂടുതൽ pH വാല്യൂ ഉള്ള സബ്സ്റ്റൻസിന് നമ്മൾ ആൽക്കലൈൻ സബ്സ്റ്റൻസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആസിഡ് റെയിനിൻ്റെ pH വാല്യൂ 5 ആണ്. 5ൽ കുറവാണെങ്കിൽ, 5ൽ കുറവോ ആണെങ്കിൽ അത് ആസിഡ് റെയിൻ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മഴവെള്ളം വീഴുമ്പോൾ അതിൻ്റെ pH വാല്യൂ നോക്കുമ്പോൾ അത് 5ൽ കുറവോ ആണെങ്കിൽ അത് ആസിഡ് റെയിൻ ആണ്. 5ൽ കൂടുതലോ 7ന് ഇപ്പുറമാണ് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ 6 ആണ്, അല്ലെങ്കിൽ 5.6 ആണ്, അല്ലെങ്കിൽ 5.7 ആണെങ്കിൽ അത് എന്താണ്? അമ്ലമഴയല്ല, അല്ലെങ്കിൽ ആസിഡ് റെയിൻ അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ വാട്ട് ഇസ് ദ pH വാല്യൂ ഓഫ് ആസിഡ് റെയിൻ? ഇറ്റ് ഈസ് ലെസ് ദാൻ 5നെക്കാട്ടിയും ലെസ് ആയിട്ടുള്ള pH വാല്യൂ ആണ് ആസിഡ് റെയിൻ്റെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ആസിഡ് റെയിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്മോഗ്. ഇതാണ് സ്മോഗിന് നമ്മൾ പറയുന്ന പേര് പുക പ്ലസ് മഞ്ഞ്. പുകയും മഞ്ഞും കൂടെ ചേർന്ന ഒരു മിശ്രിതം. സ്മോക്കും ഫോഗും രണ്ടും കൂടി ചേർന്ന ഒരു മിശ്രിതമാണ് സ്മോഗ്. നോക്കിക്കോളൂ. സ്മോക്ക് ഈസ് ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കിൻ്റെയും ഫോഗും കൂടിച്ചേർന്നാണ്, ബ്ലെൻഡ് ചെയ്താണ് എന്തുണ്ടാകുന്നത്? സ്മോഗ് ഉണ്ടാകുന്നത്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ റെസിഡ്യൂസ് എക്സെട്ര ഫിൽ ദ അറ്റ്മോസ്ഫിയർ. ദ സ്മോക്ക് ആൻഡ് ഡസ്റ്റ്. സ്മോക്കും ഡസ്റ്റും. സ്മോക്ക് എന്ന് വെച്ചാൽ പുകയും, ഡസ്റ്റ് എന്ന് വെച്ചാൽ പൊടിപടലങ്ങളും. ഫ്രം എവിടെ നിന്നൊക്കെ? ഈ സ്മോക്കും ഡസ്റ്റ് എവിടെ നിന്നൊക്കെ ഉള്ളത്? ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഇൻഡസ്ട്രീസ് വ്യവസായശാലകൾ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, വെഹിക്കിൾസ് നമ്മുടെ വാഹനങ്ങൾ, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ റെസിഡ്യൂസ് കാർഷിക വിളകളുടെ വേസ്റ്റ് ബേൺ ചെയ്യുന്നതിലൂടെ, കത്തിക്കുന്നതിലൂടെ ഒക്കെ എത്തുന്ന സ്മോക്കും ഡസ്റ്റും എന്ത് ചെയ്യുന്നു? ഫിൽ ദ അറ്റ്മോസ്ഫിയറിൽ ഫില്ലാവുന്നു, നിറയുന്നു. ദീസ് ദെൻ മിക്സ് വിത്ത് ഫോഗ് ടു ഫോം സ്മോഗ്. ഇത് ഫോഗ്, മഞ്ഞുമായിട്ട് മിക്സ് ആവുന്നു. അങ്ങനെ എന്തുണ്ടാകുന്നു? ടു ഫോം സ്മോഗ്. അങ്ങനെയാണ് സ്മോഗ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്, ഹേർട്ട് ആൻഡ് ലങ് ഡിസീസസ്. ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നു ഈ പറയുന്ന എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം, പിന്നെ ഹേർട്ട് ആൻഡ് ലങ് ഡിസീസ് എന്ന് വെച്ചാൽ ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്? അന്തരീക്ഷ മലിനീകരണം. ഹോപ്പ് നൗ യു നോ അബൌട്ട് ദ വേസ് ഇൻ വിച്ച് എയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആൻഡ് ദെൻ ഹാം കോസ്ഡ് ബൈ ഇറ്റ്. അതായത് അന്തരീക്ഷ മലിനീകരണം ഏതൊക്കെ വിധത്തിലാണ് നടക്കുന്നതെന്നും അവ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് വേരിയസ് സൊല്യൂഷൻസ്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഇതിനൊക്കെ. What can we do to reduce atmospheric pollution? Atmospheric pollution reduce ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ആൻസർ എഴുതണം. നോക്കിയോളൂ, അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫെറിക് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നോക്കിയോളൂ. യൂസ് സോളാർ എനർജി യൂസ് ചെയ്യുക.
പ്രൊമോട്ട് വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ്, വാക്കിങ്ങിനെയും സൈക്ലിങ്ങിനെയും നടക്കലിനും പിന്നെ സൈക്ലിങ്ങും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുവാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ KSRTC ബസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. പ്ലാന്റ് മോർ ട്രീസ്, ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൾസ്, ഫോസിൽ ഫ്യൂൾസ് ഉണ്ടല്ലോ, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ നമുക്ക് ഒരു പരിധി വരെ തടയാൻ കഴിയും. അടുത്ത നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഏതൊക്കെ പഠിച്ചു? സ്ട്രക്ചർ ഓഫ് ദി എർത്ത് പഠിച്ചു. നമ്മുടെ ഭൂമിയുടെ ഘടന, ഭൂമിയുടെ ഉള്ളിൽ പുറത്തുനിന്ന് താഴോട്ട് കുഴിച്ചു പോയാൽ എങ്ങനെയായിരിക്കും ഭൂമിയുടെ അകത്തുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലുള്ള അന്തരീക്ഷത്തിൽ ഏതൊക്കെ ഗ്യാസ് എത്രയൊക്കെ ഉണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയേഴ്സ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ഈ ടെമ്പറേച്ചർ കണ്ടീഷൻ, താപം അനുസരിച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ 5 ലെയേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗറാണ് ദാ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, സർഫസ് ഓഫ് ദി എർത്തിൽ നിന്ന് മുകളിലോട്ട് 5 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കി. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, ഏറ്റവും താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ, അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഏതൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ? ഇത് കാണാതെ പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി ഈ ഓരോ ലെയേഴ്സും എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്ക്, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ട്രോപ്പോസ്ഫിയർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് മീസോസ്ഫിയർ, അടുത്തത് തെർമോസ്ഫിയർ, അടുത്തത് എക്സോസ്ഫിയർ. എഴുതി ചേർക്കുക കേട്ടോ. ദെൻ ഹാവ് യു ഐഡൻറ്റിഫൈഡ് ആൻഡ് ലിസ്റ്റഡ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? നമ്മൾ എഴുതി ചേർത്തു കഴിഞ്ഞു അല്ലേ? ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ഇതാ നോക്കിക്കോളൂ. ഒന്നാമത്തത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. നമ്മൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ഇറ്റ്സ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ലോവർ മോസ്റ്റ്, ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 13 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ദ ഹൈറ്റ് റേഞ്ചസ് അബൌട്ട് 8 കിലോമീറ്റർ അറ്റ് ദ പോൾസ് ടു 18 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന്, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത്, നമ്മുടെ ഇന്ത്യയൊക്കെ ഏതാണ്? ഭൂമധ്യരേഖാ പ്രദേശമാണ് ഏകദേശമൊക്കെ. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് 18 കിലോമീറ്ററും പിന്നെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന്, പോൾസിൽ നിന്ന് 8 കിലോമീറ്ററുമാണ് ഇതിൻ്റെ ഹൈറ്റ്. അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. എന്നാൽ ധ്രുവപ്രദേശത്ത് നിന്ന് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശം ഇക്വേറ്ററൽ റീജിയനിൽ നിന്ന് 18 കിലോമീറ്ററുമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. 8ഉം 18ഉം, പോൾസിൽ നിന്ന് 8ഉം ഇക്വേറ്റർ റീജിയനിൽ നിന്ന് 18 കിലോമീറ്ററും, 8ഉം 18ഉം ആലോചിച്ച് വെച്ചേക്കാം. പിന്നെ സാധാരണ നോർമലായിട്ട് ഹൈറ്റ് എത്രയാണ് പറയുന്നത്? 13 കിലോമീറ്റർ, 13 കിലോമീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വേറ്റോറിയൽ റീജിയൻ. ഇക്വേറ്റോറിയൽ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഇക്വേറ്റോറിയൽ റീജിയനിൽ 18 കിലോമീറ്റർ വിട്ട് ട്രോപ്പോസ്ഫിയറിന് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലല്ലേ, ധ്രുവപ്രദേശങ്ങളിലാണ് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന പ്രദേശമാണ് അല്ലേ. അപ്പോൾ അവിടെ 8 കിലോമീറ്ററേ ഉള്ളൂ ഹൈറ്റ്. നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൽ. അടുത്ത നോക്കിയാലോ. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദിസ് ലെയർ. ഈ ലെയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പൊടിപടലങ്ങളും പിന്നെ വാട്ടർ വേപ്പർ, ജലബാഷ്പവും വളരെ കൂടുതലായിട്ടുണ്ട് ഈ ലെയറിൽ. ഏതിൽ? ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൽ. അടുത്തത് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. ഈ ലെയറിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് എന്തൊക്കെയാണ്? ക്ലൗഡ് ഫോർമേഷൻ, മേഘരൂപീകരണം, മഴ, റെയിൻ, സ്നോ, മഞ്ഞ്, വിൻഡ്, കാറ്റ്, ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് occurs in this layer. Which layer? Troposphere. ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന? ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര. പിന്നെ വാട്ടർ വേപ്പറൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറൊക്കെ കാണപ്പെടുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്.
An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 165 മീറ്റർ ഉയരം എത്തുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ. അപ്പോൾ ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറയുന്നു. എവിടെയാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കും, നോർമൽ ലാപ്സ് റേറ്റ്, ക്രമമായ താപനഷ്ട നിരക്ക്, അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കും. നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. ഏതിന്? ഇങ്ങനെ 165 മീറ്റർ ആകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ്, 165 ഡിഗ്രി സെൽഷ്യസ് മീറ്റർ ആകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ താപം കുറഞ്ഞു വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. അതെവിടെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിന കാണപ്പെടുന്നത്? ഏത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണെന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ പറയും? ട്രോപ്പോസ്ഫിയർ. എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ. മനസ്സിലായല്ലോ? ഇത്രയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യങ്ങൾ. ഇനി ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കിയോളൂ. നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ്. ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. പോൾസിൽ 8 കിലോമീറ്റർ, ഇക്വേറ്ററിൽ 18 കിലോമീറ്റർ. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും കാണപ്പെടുന്നു. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫെറിക് ഫിനോമിനാസ് ഒക്കെ കാണപ്പെടുന്നത് ഈ ഒരു ലെയറിലാണ്. പിന്നെ നോർമൽ ലാപ്സ് റേറ്റ് 165 മീറ്ററിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറയുന്നത്. ഓക്കെ, അടുത്തത് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കാൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിനെ വളരെ ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസറാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ പോയിന്റ്സും അങ്ങനെ ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് കളയാനൊന്നുമില്ല. ഇവിടെ ഒരു 3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ 3 പാരഗ്രാഫും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരൊറ്റ പോയിന്റ് പോലും കളയാനില്ല. എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതങ്ങ് എഴുതി വെച്ചാൽ മതി. വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്. എന്തുകൊണ്ടാണ് ഉയരം കൂടിയ പ്രദേശങ്ങളായ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ ഇവിടെയൊക്കെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അവിടെ എന്താണ്? ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരോ കൂടി വരോ? നമ്മളിപ്പോൾ പഠിച്ചല്ലോ, ടെമ്പറേച്ചർ കുറഞ്ഞു വരോ കൂടി വരോ? അതൊക്കെ ട്രോപ്പോസ്ഫിയർ റീജിയൻ ആണല്ലോ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകും തോറും ഫസ്റ്റുള്ള ആ ഒരു പ്രദേശമൊക്കെ ട്രോപ്പോസ്ഫിയറിൻ്റെ ആ ഒരു റീജിയനാണ്. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയർ റീജിയനിലെ പ്രത്യേകത എന്താണ്? 165 മീറ്റർ കഴിയുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയും അല്ലേ? അപ്പോൾ നമ്മുടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഉയരം കൂടിയ പ്രദേശമല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ടാണ് അവിടെ തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. The temperature in the troposphere decreases at 1 degree Celsius for every 165 meters from the surface of the earth. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഓരോ 165 മീറ്റർ പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ കുറയുന്നു. ദ ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഡിക്രീസസ് കുറയുന്നു. എത്രയാണ്? അറ്റ് 1 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. ഫോർ എവരി 165 മീറ്റേഴ്സ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറയുന്നു. സോ അതുകൊണ്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ ആൻഡ് കൊടൈക്കനാൽ, വളരെ ഉയരം കൂടിയ പ്രദേശങ്ങളായ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലിലൊക്കെ ഫീൽ കോൾഡ്. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? കോൾഡ്, തണുപ്പ് ഫീൽ ചെയ്യുന്നു. മനസ്സിലായല്ലോ? എൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ. നോക്കിയുള്ളൂ, സ്ട്രാറ്റോസ്ഫിയർ. It is the layer of atmosphere just above the troposphere. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയറാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. The average height is about 50 kilometers from the earth's surface. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് 18 കിലോമീറ്റർ വരെ ആരാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. In the stratosphere, the temperature increases after a specific height. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഈ ടെമ്പറേച്ചർ കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. പക്ഷേ ഇവിടെ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു. അത് മനസ്സിലാക്കാം. The ozone layer is in the stratosphere. Ozone layer എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. It stands at an altitude of about 25 km from the surface.
ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അതായത് ഏത് നമ്മളെ ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് 25 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിൻ്റെ ജസ്റ്റ് എബോവ് ദ ട്രോപ്പോസ്ഫിയറിൻ്റെ ജസ്റ്റ് എബോവ് തൊട്ട് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. ഫ്രം ദ എർത്ത് സർഫസിൽ നിന്ന് 50 കിലോമീറ്റർ ആണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു സ്പെസിഫിക് ഹൈറ്റിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഒരു സ്പെസിഫിക് ഹൈറ്റ് എത്തുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്, കൂടുന്നു. പിന്നെ നമ്മുടെ ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ ഈ ഓസോൺ ലെയർ എത്ര? 25 കിലോമീറ്റർ ഫ്രം ദി സർഫസിൽ നിന്ന് 25 കിലോമീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഓസോണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓസോൺ, എർത്ത് ഷീൽഡ്, ഭൂമിയുടെ ഷീൽഡ്, ഒരു കവചമാണ് ആര്? ഓസോൺ. The presence of ozone gas in the atmosphere protects the earth by blocking the harmful ultraviolet rays ഫ്രം ദ സണ്ണിൽ നിന്ന്, നമ്മുടെ സൂര്യനിൽ നിന്നുള്ള വളരെ ഹാംഫുൾ, ദോഷകരമായ അൾട്രാവയലറ്റ് റേസിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓസോണാണ്. അപ്പോൾ അങ്ങനെ ഈ അൾട്രാവയലറ്റ് റേസിനെ, സണ്ണിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസിനെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ആരാണ്? ഓസോണാണ്, അല്ലേ? If ultraviolet rays reach the earth's surface at an increased rate, it is harmful to living organisms and ecosystem. നമ്മുടെ ഭൂമിയിൽ ഈ അൾട്രാവയലറ്റ് റേസ് വരുവാണെങ്കിൽ അത് നമ്മുടെ ഭൂമിയിലെ ലിവിങ് തിങ്സിനെയും പിന്നെ നമ്മുടെ ജീവജാലങ്ങളെയും ഒക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. ഇനി വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസ് ഓൺ ദ എർത്ത്? അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് താഴെതായി ഒരു ഫിഗറിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്? കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ, ആഹാര ശൃംഖല. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ ആഹാര ശൃംഖലയെ കൊളാപ്സ് ചെയ്യുന്നു, തകർക്കുന്നു. ക്രോപ്പ് ഡാമേജ്, നമ്മുടെ കൃഷിക്ക് നാശം ഉണ്ടാക്കുന്നു. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, സസ്യവളർച്ചയെ സ്റ്റണ്ടിങ് ചെയ്യുക എന്ന് വെച്ചാൽ മുരടിപ്പിക്കുക, സസ്യവളർച്ച മുരടിപ്പിക്കുന്നു, പ്ലാന്റ് ഗ്രോത്തിനെ സ്റ്റണ്ടിങ് ചെയ്യുന്നു. പിന്നെ ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം, ചെറിയ കുട്ടികളെ തന്നെ തലമുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങി, അങ്ങനെ ഏർലി ഏജിങ്, അകാലമായിട്ട് വാർദ്ധക്യം വരുന്നു. ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ്, ബ്ലൈൻഡ്നെസ് അന്ധത, കാറ്ററാക്റ്റ് എന്ന് വെച്ചാൽ തിമിരം, അന്ധതയ്ക്കും തിമിരത്തിനും കാരണമാകുന്നു. സ്കിൻ ക്യാൻസർ, നമ്മളെ സ്കിന്നിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിൽ പതിച്ചാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും പിന്നെ നമ്മുടെ സസ്യങ്ങൾക്കും ഒക്കെ ദോഷകരമായി ബാധിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഓരോ പോയിന്റ്സും ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഓസോൺ ഡേ. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. അപ്പോൾ വേൾഡ് ഓസോൺ ഡേ എന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? സെപ്റ്റംബർ 16. ദ ഒബ്ജക്റ്റീവ് behind observing this day is to create awareness among people about need to protect ozone layer and to control the use of products that can cause ozone depletion. അതായത് എല്ലാ വർഷവും നമ്മൾ സെപ്റ്റംബർ 16-നാണ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഓസോൺ ഡേ നമ്മൾ ആചരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഓസോണിൻ്റെ നാശത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണോ അവയുടെ ഉപയോഗം നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ജനങ്ങളിൽ ഈ ഓസോൺ സംരക്ഷണം നടത്തേണ്ടത് എന്തിനാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ഡേ ആണ്. ദെൻ അടുത്ത നോക്കിയോ, വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഇൻ സ്കൂൾ ആൻഡ് സ്കൂൾ ഓൺ ഓസോൺ ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. അതൊക്കെ നിങ്ങൾ എഴുതിക്കോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മീസോസ്ഫിയർ. എന്താണ്? മീസോസ്ഫിയർ അടുത്ത ലെയറാണ്. മീസോസ്ഫിയർ. This atmospheric layer extends from about 50 km to 80 km above the stratosphere. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ആര്? മീസോസ്ഫിയർ. അപ്പോൾ നോക്കിക്കോ, ആദ്യം ട്രോപ്പോസ്ഫിയർ എത്ര കിലോമീറ്റർ? 18 കിലോമീറ്റർ, 18 കിലോമീറ്റർ വരെ. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ 15 കിലോമീറ്റർ, 15 അല്ല 50 കിലോമീറ്റർ വരെ. അടുത്ത മീസോസ്ഫിയർ 50 മുതൽ 80 വരെ, 50 to 80 കിലോമീറ്റർ വരെയാണ്. മീസോസ്ഫിയറിൻ്റെ ഹൈറ്റ് മനസ്സിലായല്ലോ, 50 to 80 കിലോമീറ്റർ. The phenomenon of decrease in temperature with the increase in height is present in this layer also. ഈ ലെയറിൻ്റെ പ്രത്യേകത,
സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞാണ് വന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ആദ്യം ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയർ ആയപ്പോൾ ഹൈറ്റ് കൂടി ടെമ്പറേച്ചർ കൂടി. ടെമ്പറേച്ചറും കൂടും ഹൈറ്റും കൂടും. മീസോസ്ഫിയറിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞു. ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു. അതായത് നമ്മൾ ട്രോപ്പോസ്ഫിയർ പോലെ ഇത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും കേട്ടോ. ആദ്യം ഉയരം കൂടും ടെമ്പറേച്ചർ കുറയും, പിന്നെ ഉയരം കൂടും ടെമ്പറേച്ചർ കൂടും, പിന്നെ ഉയരം കൂടും ടെമ്പറേച്ചർ കുറയും. ദ ഫിനോമിനൻ ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഫിനോമിന ഈസ് പ്രസന്റ് ഇൻ ദിസ് ലെയർ, ഈ ലെയറിൽ കാണപ്പെടുന്നു. അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 കിലോമീറ്റർ ഫ്രം ദ സർഫസിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു -100 ഡിഗ്രി സെൽഷ്യസ്. 80 കിലോമീറ്റർ ആണല്ലോ നമ്മുടെ മീസോസ്ഫിയറിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ 80 കിലോമീറ്റർ എത്തുമ്പോൾ ഈ ടെമ്പറേച്ചർ -100 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഡ്രോപ്പ് ആവുന്നു. അതായത് -100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് ടെമ്പറേച്ചർ. 80 കിലോമീറ്റർ ഹൈറ്റ് എത്തുമ്പോൾ ടെമ്പറേച്ചർ എത്രയാവുന്നു? -100 ഡിഗ്രി സെൽഷ്യസ് അത്രയാവുന്നു. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ. വളരെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ താപനില അന്തരീക്ഷത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ഇവിടെയാണ്. Most of the meteors that enter the Earth's atmosphere burn down in this layer. അപ്പോൾ ഇത്രയും കുറഞ്ഞ താപനിലയായതുകൊണ്ട് നല്ല ചുട്ട് പഴുത്ത് വരുന്ന മീറ്റിയോസ് ഉണ്ടല്ലോ, ഉൽക്കകൾ. ഈ ഉൽക്കകളൊക്കെ ഈ മീസോസ്ഫിയറിൽ എത്തുമ്പോൾ അവിടെ വെച്ച് എന്തായി മാറുന്നു? കത്തിച്ചാമ്പലാവുന്നു, കത്തിച്ചാരമാകുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന മീറ്റിയോസൊക്കെ അല്ലെങ്കിൽ ഉൽക്കകളൊക്കെ മിസോസ്ഫിയറിൽ എത്തുമ്പോൾ അവിടുത്തെ അതിഭീകരമായ കഠിനമായ തണുപ്പ് കാരണം കത്തിച്ചാരമായി തീരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മീറ്റിയോസിൻ്റെയൊക്കെ നാശത്തിന് കാരണമാകുന്ന ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഏതാണ്? മീസോസ്ഫിയർ. ഓക്കെ ആണല്ലോ. മീസോസ്ഫിയറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 50 to 80 കിലോമീറ്റർ വരെയാണ്. ഇനി ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇവിടെ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. 80 കിലോമീറ്റർ എത്തുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാവുന്നു? -100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? മീസോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ലെയറിലോട്ട് പോകുന്നു, തെർമോസ്ഫിയർ. എന്താണ് തെർമോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. The thermosphere is the layer of atmosphere that lies about 80 to 400 kilometer above the mesosphere. അതായത് മീസോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് നമ്മൾ ആ തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. The temperature increases with an increase in altitude. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എത്തുമ്പോൾ നമ്മുടെ തെർമോസ്ഫിയറിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കൂടുന്നു എന്നൊരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. തെർമോസ്ഫിയർ, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തെർമോസ്ഫിയറിൽ എന്താണ്? ഭയങ്കര ചൂടായിരിക്കും അല്ലേ? തെർമോ എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചറും കൂടുന്നു. ദ ലോവർ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ ഈസ് കാൾഡ് അയണോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ട്, താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് അയണോസ്ഫിയർ എന്ന് പറയും. എന്താണ്? അയണോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയർ ആണ് നമ്മൾ അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഇനി ഈ തെർമോസ്ഫിയറിൻ്റെ ലോവസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ അയണോസ്ഫിയറിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. At an altitude of about 80 to 400 km in the atmosphere, intense solar radiation such as ultraviolet, X-rays, etc. converts the gas molecules into ions. At an altitude of about 80 to 400 km, 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ, ഇൻ ദ അറ്റ്മോസ്ഫിയറിൽ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇൻറ്റൻസ് സോളാർ റേഡിയേഷൻ, ഇൻറ്റൻസ് തീവ്രമായ സോളാർ റേഡിയേഷൻ, സൂര്യരശ്മികൾ, സച്ചാസ് ഏതൊക്കെയാണ് സൂര്യരശ്മികൾ, സോളാർ റേഡിയേഷൻസ്? അൾട്രാവയലറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ സൂര്യരശ്മികൾ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു. എന്തിനെ? ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻറ്റു അയോൺസ്. ഗ്യാസ് മോളിക്യൂൾസിനെ, അതായത് വാതക തന്മാത്രകളെ, ഗ്യാസ് മോളിക്യൂൾസിനെ അയോണുകളാക്കി മാറ്റുന്നു.
മനസ്സിലായോ? ആ ഒരു പോയിന്റ് 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ, അറ്റ്മോസ്ഫിയറിൽ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സോളാർ റേഡിയേഷൻസ് ആയ അൾട്രാ വയലറ്റും എക്സ്റേ ഒക്കെ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിനെ അയോൺസ് ആക്കി മാറ്റുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കാൾഡ് അയണൈസേഷൻ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് അയണൈസേഷൻ എന്ന് ചോദിച്ചാൽ അറിയാലോ ആൻസർ പറയാൻ. ആൻഡ് ദ റീജിയൻ വെയർ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഈസ് കാൾഡ് അയണോസ്ഫിയർ. ഏത് റീജിയനിലാണോ ഈ അയണൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ, അതിനെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുന്നു. അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അയോൺസിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നു. ഈ അയോൺസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളത് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അയോൺസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. നമുക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. ഈ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ദെയർഫോർ, അതുകൊണ്ട് ദിസ് റീജിയൻ ഇനേബിൾസ് ദ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഈ റേഡിയോ വേവ്സ് ആണല്ലോ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അയണോസ്ഫിയറിൽ കൂടി റേഡിയോ വേവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റാസിൻ്റെ ട്രാൻസ്മിഷൻ സാധ്യമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ദെയർഫോർ, അതുകൊണ്ട് ദിസ് റീജിയൻ, അതായത് ഈ അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ റീജിയനിൽ ഇനേബിൾ ചെയ്യുന്നു എന്ത്? ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ ലോങ് ഡിസ്റ്റൻസ്, ദീർഘദൂര ട്രാൻസ്മിഷനെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ആ ഒരു ഏരിയ അയണോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സോസ്ഫിയർ. എന്താണ് എക്സോസ്ഫിയർ? എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ലെയർ നമ്മുടെ ഭൂമി അറ്റ്മോസ്ഫിയറിൻ്റെ. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള പാളിയാണ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ ദ എക്സോസ്ഫിയർ വിച്ച് ലൈസ് എബോവ് 400 കിലോമീറ്റേഴ്സ് ഫ്രം ദ സർഫസിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിലാണ് ഈ എക്സോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയർ കാണപ്പെടുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ, 400 കിലോമീറ്റർ വരെ നമ്മൾ ഏത് ലെയറാണ്? തെർമോസ്ഫിയർ ആണ്. 400 കിലോമീറ്ററിന് മുകളിലാണ് ഏത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ വാതക തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഡിക്രീസസ്, കുറയുന്നു. അപ്പം എയർ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഇവിടെ കുറഞ്ഞു വരുന്നു. ആൻഡ് ദ ലെയർ ബിക്കംസ് എ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഔട്ടർ സ്പേസ്, അതായത് നമ്മുടെ ബഹിരാകാശം ഉണ്ടല്ലോ, ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. മനസ്സിലായോ? ഔട്ടർ സ്പേസിൻ്റെ ഭാഗമായി മാറുന്നു. എയർ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് കുറഞ്ഞു വരുന്നു. എക്സോസ്ഫിയറിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകുമ്പോൾ അതിങ്ങനെ കുറഞ്ഞ് അവസാനം അത് ഔട്ടർ സ്പേസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്റേഴ്സിന് മുകളിലോട്ടുള്ള പോർഷനാണ് ഈ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. എയർ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഇവിടെ ഗ്രാജുവലി ഡിക്രീസ്ഡ്, കുറഞ്ഞു വരുന്നു. പിന്നെ ആൻഡ് ദ ലെയർ ബിക്കംസ് ദ പാർട്ട് ഓഫ് ദി ഔട്ടർ സ്പേസ്. അതിനുശേഷം ഈ ലെയർ എന്ന് പറയുന്നത് ഔട്ടർ സ്പേസിൻ്റെ പാർട്ടായി മാറുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിവിടെ പ്രിപ്പയർ ഐഡൻറ്റിറ്റി കാർഡ് ആസ് ഇൻ ദ മോഡൽ ഗിവൻ ബിലോ ബൈ ഇൻക്ലൂഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളൊരു പ്ലക്കാർഡ് തയ്യാറാക്കാൻ, ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. നെയിം ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് ലെയർ, അന്തരീക്ഷ പാളിയുടെ പേരെന്താണോ അതവിടെ എഴുതുക. എന്നിട്ട് പിന്നെ അടുത്ത എഴുതുക ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റാണ്, ദ ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് എങ്ങനെയാണ്, മറ്റ് ഫീച്ചേഴ്സ് ഏതെങ്കിലുമൊക്കെ എഴുതി അങ്ങനെ ഒരു ID കാർഡ് തയ്യാറാക്കാനാണ് പറ്റുള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ട്രോപ്പോസ്ഫിയർ എഴുതി. നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. ഇതിൽ നോക്ക്, 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 13 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇതേപോലെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ എഴുതാം. ഓസോൺ ലെയർ ഒക്കെ നമുക്ക് കാണപ്പെടുന്നുണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ മിസോസ്ഫിയറിലാണെങ്കിൽ മീറ്റിയോസ് ഒക്കെ ബേൺ ചെയ്യുന്നു. അടുത്ത അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് തന്നിട്ടുണ്ട്, അവിടെ ഫീച്ചേഴ്സ് ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. നമുക്കത് ചെയ്താലോ? അതായത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻറ്റു സ്പേസ്. എയർ മോളിക്യൂൾസ് കുറഞ്ഞ് അത് സ്പേസിൽ ഡിസോൾവ് ചെയ്യുന്നു, അതാണ് എക്സോസ്ഫിയറിൻ്റെ. അടുത്തത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റർ, 80 മുതൽ 400 കിലോമീറ്റർ ഉയരത്തിലാണ് തെർമോസ്ഫിയർ. അടുത്തത് മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദ ലെയർ വിത്ത് ദ
ലോവസ്റ്റ് ടെമ്പറേച്ചർ അതുണ്ട്. ഏറ്റവും കുറച്ച് ടെമ്പറേച്ചറുള്ള ലെയറും പിന്നെ ദ ലെയർ വെയർ മീറ്റിയോസ് ബേൺ ടു ആഷ്, അത് രണ്ടും ഉണ്ട് കേട്ടോ. ആ 2 പോയിന്റ്സും നമ്മൾ മീസോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചറും ദ ലെയർ വെയർ മീറ്റിയോസ് ബേൺ ടു ആഷ്, ഇത് രണ്ടും ഉണ്ട് അവിടെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലായിരിക്കും അല്ലേ ഞാനിങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്. സോറി, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ദ സോൺ വെയർ ഓസോൺ ഈസ് പ്രസൻറ്റ്, ഓസോൺ പ്രസൻറ്റ് ആയിട്ടുള്ള സോൺ. അടുത്തത് ട്രോപ്പോസ്ഫിയർ. എന്താണ് ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് സർട്ടൺ റേറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഒരു റേറ്റിൽ എത്രയാണ് 165 മീറ്ററിൽ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ, അതാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഫിഗറിൽ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുമെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് അടുത്ത